സെക്കൻഡ് ഹാഫ് പൊതുവെ തന്നെയും ഇങ്ങനെ കരഞ്ഞിറങ്ങി കാണായിരുന്നു. ഫാമിലി പടമാണ്, അത്യാവശ്യം നല്ലൊരു പടമാണ്. നല്ല കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. ആ കലാകാരന്മാർക്ക് ഒരു നല്ലൊരു കൺബാക്കാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഫാമിലി എൻ്റർടൈനറാണ്. കാരണം ഒരു അച്ഛനും മകനും തമ്മിലൊരു കോമ്പറ്റീഷൻ. അവർ വല്ലാത്തൊരു ലാസ്റ്റ് ഒരു ഭാഗമായപ്പോഴേ വിഷമമായി. ജയറാമൊന്നും പോയില്ലല്ലോ തിരിച്ചു വരാൻ, ഇവിടെ തന്നെ ഇല്ലേ? കുറച്ച് അത്യാവശ്യം ഫണ്ണൊക്കെ കരയാൻ പറ്റുന്ന കുറച്ച് സീൻസ് ഒക്കെ നന്നായിരുന്നു. ഇഷ്ടമായി. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള എന്താ കൂടുതലായിട്ട് പറയാനുള്ള എന്താ എന്തോ പറയാനായിട്ട് ഇങ്ങനെ അതെ കണ്ണൊക്കെ നിറയുന്നുണ്ടല്ലോ. ആണോ? അപ്പൊ അത്രയ്ക്കും ടച്ചിങ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട്. കൊള്ളാം. ക്യാരക്ടേഴ്സ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ പ്രധാനമായിട്ടും ജയറാം കാളിദാസ് തന്നെയാണ് നിൽക്കുന്നത് പടത്തിൽ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അതെ അതെ, സെക്കൻഡ് ഹാഫ് പൊതുവെ തന്നെയും ഇങ്ങനെ കരഞ്ഞിറങ്ങി കാണായിരുന്നു. ആ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടമായിട്ടാണ് തോന്നിയത്. കൊള്ളാം, പടം കൊള്ളാം. ഫാമിലി ഡ്രാമയാണ്, ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പടം നന്നായിട്ട് അല്ല കാളിദാസ് ജയറാമും കൊള്ളാം. പടം കണക്ട് ആയിട്ടുണ്ട്. പിന്നെ ഷാർജ ടു ഷാർജയിലെ പാട്ടൊക്കെ ഒന്ന് റീമിക്സ് ചെയ്ത് എത്തിയിട്ടുണ്ട്. കൊള്ളാം. പടം അവസാനമൊക്കെ ഇമോഷണലി കണക്റ്റ് ആവും. അച്ഛൻ മോൻ ബന്ധമൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ആണ് കൊള്ളാം. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൽ ഒരു ഫാമിലി പടമാണ്. സിനിമയ്ക്കുള്ളിൽ വേറൊരു സിനിമയാണ്. ലൈക്ക് സിനിമ ചാൻസുകളും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെയാണ്. ഒരു അച്ഛൻ മകൻ ഈഗോ കൂടെ അവർ പറയുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡായിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. ലൈക്ക് ഇപ്പോൾ സിനിമയിലോട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. മകൻ ഒരു സിനിമ നടനാകാനും അച്ഛനൊരു അൺഎക്സ്പെക്റ്റഡായിട്ട് വരികയും പിന്നെ അവർക്ക് തമ്മിൽ ഇടയിലുള്ള ഒരു ഈഗോ ക്ലാഷും അങ്ങനത്തെ ഒരു ഫാമിലി പടമാണ്. അത്യാവശ്യം നല്ലൊരു പടമാണ്. ആശാശരത്ത് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ വളരെ ഒരുപാട് വലിയ ഇതില്ല. ഈ ജയറാം കാളിദാസിൻ്റെ ആ ഒരു സീൻസ് ആയിരുന്നു ഒരുപാടുള്ളതായിരുന്നു. അത്യാവശ്യം നല്ലൊരു പടം തന്നെയായിരുന്നു. പടം എൻ്റെ ഒരു ജീവിത അനുഭവമാണ്. കാര്യം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെപ്പോലെ കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. ആ കലാകാരന്മാർക്ക് ഒരു നല്ലൊരു കൺബാക്കാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനടുത്ത്. ഗോപാലനാണ് ഈ ഒരു സിനിമ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാലും ജയറാം മേഡൻ്റെ ഒരു വൻ തിരിച്ചുവരവാണ്. നമ്മളെ കണ്ണ് നനയിപ്പിക്കുന്നുണ്ട്. ആശ ശരത്തായിരുന്നാലും പിന്നെ കാളിദാസനായിരുന്നാലും നല്ലൊരു കിടിലം ഫാമിലി മൂവി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് എന്നിട്ടൊന്നുമില്ല. അവർ തന്നെയാണ് ഈ സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ കൊള്ളാം, കിടിലമാണ്. അതാണ് പറയുന്നത്. ആവശ്യമില്ലാതെ അഭിനയിക്കാൻ കഴിവില്ലാതെ കുറേ ഡാപ്രോളികളെ വിളിച്ച് അഭിനയിപ്പിക്കാതെ നല്ലവരെ വിളിച്ച് അഭിനയിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഒരുപാട് കലാകാരന്മാരുണ്ട് ഈ സിനിമയിൽ. പാവപ്പെട്ട ഒരുപാട് അവസരങ്ങൾ കിട്ടാത്ത അവരുടെയൊക്കെ നെഞ്ച് പടയും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. നല്ലൊരു മൂവി, നല്ല സൂപ്പർ ഫിലിം. ഒരു പക്ക ഫാമിലി എൻ്റർടൈനറാണ്. കാരണം ഒരു അച്ഛനും മകനും തമ്മിലൊരു കോമ്പറ്റീഷൻ സിനിമ ഫീൽഡിൻ്റെ അകത്തുള്ളൊരു സിനിമ ഫീൽഡായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ. കാരണം ക്ലൈമാക്സിലൊക്കെ വന്നിട്ട് കാളിദാസിൻ്റെ അഭിനയം കുറച്ചുകൂടെ ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ പറഞ്ഞ ജയറാമിന് ആ പഴയ ഫീല് കണ്ടാണ് കേട്ടോ. കാരണം എന്താ പറയുക, ഒരു പുതിയ ഫീല് തോന്നുന്നില്ല. പഴയ ജയറാം, ആ ജയറാമിനെ നമുക്ക് അതേ അർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓവറോൾ കിടിലാണ്. ആശാശരത്ത് ഉൾപ്പെടെ എല്ലാവരും നല്ല മസ്റ്റ് വാച്ച് ഫാമിലി എൻ്റർടൈനറാണ്. മസ്റ്റായിട്ട് നമുക്ക് തിയേറ്ററിൽ ഒന്ന് കാണേണ്ട പടം തന്നെയാണ്. ക്യാമിയ റോളായിരുന്നില്ല, ഇടയ്ക്ക് ലാലേട്ടൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് കുറേ കൂടെ കത്തുന്നുണ്ട് കേട്ടോ. പടത്തിനിടയിൽ വീണ്ടും ലാലേട്ടനെ കാണിക്കുന്നുണ്ട്. അത് കാണാം. ആ പടത്ത് സീരിയസിലായിട്ട്. കാരണം അതും കുറേ കൂടെ ഇമ്പാക്റ്റ് വരുന്നുണ്ട് അതിനകത്ത് കേട്ടോ. കിടിലം പടം, കണ്ട് കാണാൻ മസ്റ്റ് പടം. സിനിമ കൊള്ളാം, നല്ല അടിപൊളി പടം. ഒരു കുടുംബമായി കാണാനുള്ള പടമാണ്. ഒരു അച്ഛനും മകനുമായിട്ടുള്ള ഒരു ഇത്. നമ്മളൊക്കെ അച്ഛനും മകനും ഒക്കെ ആകുമ്പം മക്കളോടെ അല്ലേ കരുണ കാണിക്കുന്നത്. അവർ വല്ലാത്ത ഒരു ലാസ്റ്റ് ഒരു ഭാഗമായപ്പോൾ വലിയ വിഷമമായി അച്ഛൻ്റെ. നല്ല മൂവിയാണ്.
ജയറാമും കാളിദാസും എങ്ങനെയാണ്? ജയറാമും കാളിദാസുമായിട്ടുള്ള കോംബോ പ്രതീക്ഷയാണ് വന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ നല്ലൊരു കോംബോ ആയിട്ട് തോന്നി. പലരുടെയും കണ്ണ് നനയിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അതെ, എങ്ങനെയാണ്? ആ ഒരു ഡിഫറെന്റ് ഇമോഷൻസ് നമുക്ക് ആ മൂവിയിൽ കാണാനായിട്ട് പറ്റും. എസ്പെഷ്യലി ഹ്യൂമർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഒരു സെന്റിമെന്റൽ ആയിട്ടൊരു അപ്രോച്ച് ഉണ്ട്. പിന്നെ അച്ഛൻ മകൻ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ളൊരു നമ്മുടെ ചെറിയ പിണക്കങ്ങൾ ഇണക്കങ്ങൾ ആ കാര്യങ്ങളൊക്കെ വളരെ നല്ലോണം കൊണ്ടുവരാനായിട്ട് പറ്റും. ആശാ ശരത്ത് മാഡത്തിന്റെ ആക്ടിങ് വളരെ നല്ലതായിട്ട് ലാസ്റ്റ് എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് സീനൊക്കെ വരുമ്പോൾ മാഡം വളരെ നല്ലോണമാണ് ആക്ട് ചെയ്യുന്നത്. ഇഷാനിയുടെ അഭിനയം എങ്ങനെയാണ്? ഇഷാനിയുടെ അഭിനയവും വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഒരു ഡിഫറെന്റ് റോളാണ്. ടിപ്പിക്കലി ആ പുള്ളിക്കാരി ചെയ്യാത്ത റോളിന്റെ ഒരു റോളാണ്. കുറച്ച് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന റോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിക്ക് ഫാമിലി ആയിട്ട് വന്ന് കണ്ടിരിക്കുക, നമുക്ക് എൻജോയ് ചെയ്ത് പോകുന്നതാണ്. നല്ല അഭിപ്രായമാണ്. പടം ഫാമിലി ആയിട്ട് ഒന്ന് കണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫ് നല്ല ഹ്യൂമറാണ്, സെക്കൻഡ് ഹാഫ് ഒരു എമോഷനാണ്. അപ്പോൾ മലയാളീസിനൊക്കെ കണക്ട് ആവുന്ന ഒരു നല്ലൊരു പടമാണ്. നല്ലൊരു ആശകളായാലും നല്ല എല്ലാവർക്കും ഫാമിലി ആയിട്ട് കണ്ടിരിക്കാം. സിനിമ എങ്ങനെയുണ്ട്? നല്ല പടം. ജയറാമും കാളിദാസും എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഫാമിലി വാച്ചാണോ? ഫാമിലി വാച്ചാണ്. സിനിമ നല്ലതായി. നല്ലതാണ്. ജയറാം കാളിദാസ് എങ്ങനെയാണ്? ജയറാം കാളിദാസ് കോംബോ നല്ല ഭംഗിയായിട്ടുണ്ട്. അമ്മ കഥാപാത്രം അത്ര അവരോടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. യഥാർത്ഥ ജയറാമിലെ നടനെ കാണാൻ പറ്റുന്നുണ്ട്. പറ്റിയായിരുന്നു? കാണാം. ജയറാം എങ്ങും പോയില്ലല്ലോ എന്നെ തിരിച്ചു വരാൻ, ഇവിടെ തന്നെ ഇല്ലേ? അല്ല, അച്ഛനും മകനും ദാറ്റ് ഈസ് വെരി രണ്ടുപേരും നല്ല അല്ല, സിനിമ ഒരു വേറൊരു ലെവലാണ്, ക്യൂട്ടാണ്. ഫാമിലി ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല രസമുണ്ട്. പലരുടെയും കണ്ണ് നനയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണ്? കണ്ടിട്ട് പറയാം, നിങ്ങളൊന്ന് കാണൂ. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് വെരി നല്ലൊരു ഫാമിലി, ഇറ്റ്സ് വെരി ക്യൂട്ട് മൂവി.